പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ്. ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരകുണ്ട്. സീറ്റില്ലാത്ത സ്ഥലത്തെ കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞത് ന്യായമല്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. പഠിക്കാൻ സീറ്റില്ലാതെ ഉന്തി തള്ളിക്കൊണ്ടു പോകുന്ന രീതി കുറേയായി എന്നും രണ്ടാം തവണ വന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കടമയായിരുന്നു സീറ്റ് അനുവദിക്കേണ്ടത് എന്നും അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രതിസന്ധി വലിയ തോതിലുണ്ട്, അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ വന്നതാണ്. പക്ഷെ മന്ത്രി പറയുന്നത് ഒരു തരത്തിലും ഈ ബാച്ചുകൾ വർദ്ധിപ്പിക്കില്ല, ഈ അനാവശ്യമായ സമരങ്ങളാണ് നടക്കുന്നത്, മലപ്പുറത്ത് അത്ര വലിയ പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ്. അത് പിന്നെ അദ്ദേഹം എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിഞ്ഞൂടാ. പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാത്ത ആരുമില്ല. കാരണം അത്രയധികം ആയിരക്കണക്കിന് സീറ്റുകളല്ലേ കുറവ്. എന്നിട്ട് പ്രതിസന്ധി ഇല്ല എന്ന് കണ്ണടച്ചങ്ങ് ഇരുട്ടാക്കിയേ പറ്റുമോ? അത് ശരിയല്ല. വലിയ പ്രതിസന്ധിയാണ്, ചെറിയ പ്രതിസന്ധിയല്ല, വൻ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് +2 ബാച്ചുകൾ ഈ തവണ ഇല്ല എന്ന് കൊടുക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും ന്യായമല്ല, ശരിയല്ല. അദ്ദേഹത്തെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കും. പക്ഷേ അത് തന്നെ അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം തന്നെ വേണ്ടി വരും. പഠിക്കുക എന്നുള്ളത് കുട്ടികളുടെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല, അവകാശമാണ്. അതിന് സീറ്റുകൾ ഗവൺമെൻറ് കൊടുത്തേ പറ്റുള്ളൂ. ആ പ്രശ്നം ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കും. അത് നിലപാട് തീർച്ചയായിട്ടും തിരുത്തണം. ഇക്കാര്യത്തിൽ നിലപാട് തിരുത്തണം. കാരണം അധികം ബാച്ചുകൾ കൊടുത്തേ പറ്റുള്ളൂ. അത്ര അധികം കുട്ടികളാണ് പാസ്സായി നിൽക്കുന്നത്. അവരൊക്കെ ഒന്നും ഇല്ലാതാവൂലേ? അവരെ ഭാവി ഉറപ്പുവരുത്തി ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ലേ? ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇതിനൊന്നും വലിയ കാമ്പില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം. കാമ്പുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി. മീഡിയക്ക് ഇവിടെ പരിശോധിക്കാമല്ലോ. എത്ര കുട്ടികൾ പാസ്സായി, എത്ര കുട്ടികൾക്ക് A+ ഉണ്ട്, എത്ര പിന്നെ അവർക്ക് സീറ്റ് അവൈലബിൾ ആണ്, ഇപ്പോൾ ഉള്ള ബാച്ചുകളിൽ എത്ര കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഒന്നാണ് പരിശോധിച്ചാൽ മതിയല്ലോ. ആർക്കാ ഇതിൽ സംശയം? ആർക്കും ഒരു സംശയം ആ കാര്യത്തിലില്ല. +1 സീറ്റുകൾ മാത്രമല്ല, ഈ ITI സീറ്റുകൾ, ഡിപ്ലോമ സീറ്റുകൾ, ഇതുപോലത്തെ കോഴ്സുകൾ കൂടി പരിഗണിച്ചുകൊണ്ട് മന്ത്രി അത് പണ്ടേ അവർ ചെയ്യുന്ന ഒരു പണിയാണ്. കുറേ പിന്നെ ഇതുപോലുള്ള അവിടെ സീറ്റുണ്ട്, ഇവിടെ സീറ്റുണ്ട്, പിന്നെ പാരലൽ കോളേജിലുണ്ട്, അൺഎയ്ഡഡിലുണ്ട്, IT-യിലുണ്ട്. ഇവിടെ അങ്ങനെയാണോ പറയേണ്ടത്? അതായത് ബാക്കി ജില്ലകളിൽ സീറ്റുള്ള ജില്ലകളിലൊക്കെ കുട്ടികൾക്ക് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് അവർ ഇഷ്ടപ്പെട്ട കോഴ്സിന് ചേരാം എന്നിരിക്കെ ഇവിടെ കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചാൽ മതി എന്ന് ഗവൺമെൻറ് പറയുന്നത് ന്യായമാണോ? സീറ്റില്ലാത്ത സ്ഥലത്ത് പിന്നോക്ക ജില്ലകളിൽ, മലബാറിൽ പ്രത്യേകിച്ചും, അതുപോലെ തന്നെ ഇടുക്കിയിലൊക്കെ ഉണ്ട്. പ്രാദേശികമായി പറയല്ല, പ്രാദേശികമായി പറയുന്ന ആളുകളുമല്ല ഞങ്ങൾ. പക്ഷെ പഠിക്കാൻ സീറ്റില്ലാതെ ഇത് ഉന്തിത്തള്ളി കൊണ്ടുപോലെ തുടങ്ങിയിട്ട് വർഷം കുറേയായി. ഈ നിസ്സംഗ ഭാവം ഗവൺമെൻറ് ഈ രണ്ടാം പ്രാവശ്യവും ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോൾ 5 കൊല്ലം കഴിഞ്ഞ് പിന്നെ കാര്യങ്ങളൊന്ന് നോക്കി അതിനനുസരിച്ച് സീറ്റ് അനുവദിക്കേണ്ടത് അവരെ കടമയായിരുന്നു. അതവർ ചെയ്തിട്ടില്ല. ഇപ്പോഴും അത് തുടരുകയാണെന്നുണ്ടെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാവും. Arrivals Men Apparels near Town Square, Vandoor.